ഹലോ വെൽക്കം ടു കാറ്റച്ച് പോയിന്റ്. ഇങ്ക് ടാങ്ക് പ്രിൻ്ററുകൾ യൂസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒറിജിനൽ ആയിട്ടുള്ള ഇങ്കുകൾ തന്നെ യൂസ് ചെയ്യുക എന്നത്. ഒറിജിനലിനെ പോലെ തന്നെ അതേ പാക്കിങ്ങിലും അതേ ബോട്ടിലും അതേ ഡിസൈനിലൊക്കെ വരുന്ന പല ടൈപ്പ് ഇങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇങ്കുകൾ വാങ്ങിയാണ്ട് പലരും പെട്ടുപോകാറുണ്ട്, അവരുടെ പ്രിൻ്ററുകളൊക്കെ കംപ്ലൈൻറ്റ് ആകാറുണ്ട്. ഞങ്ങളുടെ സർവീസ് സെൻറ്ററിൽ തന്നെ ഇതേപോലെയുള്ള ഇങ്കുകൾ യൂസ് ചെയ്താണ്ട് പ്രിൻ്റർ കംപ്ലൈൻറ്റ് ചെയ്ത് ഒരുപാട് കേസുകൾ വരാറുണ്ട്. നമ്മുടെ പ്രിൻ്ററിൻ്റെ ഹെഡൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകും. പിന്നെ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് തിരിച്ചറിയുക. കാരണം കാണുമ്പോൾ ഒറിജിനൽ അതേപോലെ തന്നെ അതേ പാക്കിങ്ങിലും അതേ ബോട്ടിലൊക്കെയാണ് ഇത് വരിക. വലിയ വ്യത്യാസം നമുക്ക് തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ജെന്യൂൻ ഇങ്കുകളും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കുകളും തമ്മിൽ മനസ്സിലാക്കുക, ഒറിജിനൽ ആണ് എന്നെങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും, ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിൽ കനോൺ, എപ്സൺ, HP, ബ്രദർ തുടങ്ങിയ എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ ഇങ്ക് വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വാങ്ങുക, ഒറിജിനൽ അല്ലേ എന്നത് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇങ്കുകൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഈ ബ്രാൻഡഡ് ഇങ്കുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ മോഡൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നിങ്ങളൊരു ഫുൾ സെറ്റ് ഇങ്ക് വാങ്ങുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് കനോണിൻ്റെ ഇങ്ക് എങ്ങനെ ഒറിജിനൽ ആണോ നോക്കാം. അതിൽ ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ വരും. ഒറിജിനൽ ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ, ഒരു 3D ലൈറ്റ് എഫക്റ്റൊക്കെ പോലെ നമുക്ക് തോന്നും. അതൊരു കളർ ചേഞ്ചിങ് സ്റ്റിക്കറാണ്. ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കളർ, പിന്നെ അങ്ങനെ ഒരു കളർ ഇങ്ങനെ മാറുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരു ചെറിയൊരു തിളക്കമൊക്കെ ഉള്ള ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ, കനോണിൻ്റെ ഇങ്ക് വാങ്ങുമ്പോൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് നമുക്ക് എപ്സണിൻ്റെ ഇങ്ക് എങ്ങനെയാണ് വെരിഫൈ ചെയ്യാൻ നോക്കാം. എപ്സണിൻ്റെ ഇങ്കിലും ഇതുപോലെയുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ ഉണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ സൈഡിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. ആ QR കോഡ് നമുക്കൊരു ആപ്പ് ഉണ്ട്, യുണീക്ക് ലാബ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്താണ്ട് ആ ആപ്പിൽ ഈ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ ആപ്പ് ജസ്റ്റ് തുറന്നാൽ നമുക്കതിൽ രജിസ്റ്റർ ചെയ്താണ്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ആ ആപ്പിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അങ്ങനെ സ്കാൻ ചെയ്യുന്നതിലൂടെ ഇത് ജെന്യൂൻ പ്രോഡക്റ്റ് ആണോ, എപ്സണിൻ്റെ ഒറിജിനൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ എന്നറിയാനുള്ള ഓപ്ഷന് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ബ്രദറാണ് നോക്കാൻ പോകുന്നത്. ബ്രദറിൽ അവരൊരു കളർ ചേഞ്ചിങ് സ്റ്റിക്കറും QR കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ പോയാൽ ഒരു 7 ഡിജിറ്റ് ID നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഈ ബോക്സിൽ കാണാൻ പറ്റും. അത് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ജസ്റ്റ് ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ തന്നെ അത് ഒതൻറ്റിക് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ബ്രദറിൻ്റെ ഇങ്ക് ഒറിജിനൽ ആണോ നോക്കാൻ പറ്റും. ലാസ്റ്റായിട്ട് നമുക്ക് HP കൂടെ നോക്കാം. അപ്പോൾ HP നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഇതിൽ ഒരു സെക്യൂരിറ്റി ലാബിൽ, ഒരു പ്രത്യേക രീതിയിലൊരു സെക്യൂരിറ്റി ലാബിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം വെരിഫൈ ചെയ്യുക. ശേഷം QR കോഡ് ഉണ്ടാകും. ജസ്റ്റ് ആ QR കോഡ് സ്കാൻ ചെയ്യുക, നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എപ്പോഴും ഇങ്കൊക്കെ വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുക, ഒറിജിനൽ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഫേക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ, പ്രത്യേകിച്ച് പ്രിൻ്ററിൻ്റെ ഇങ്കൊന്നും ഫേക്കായിട്ടുള്ളത് വാങ്ങാതിരിക്കുക. വാങ്ങിയാൽ തന്നെ അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം പലപ്പോഴും നമ്മുടെ പ്രിൻ്ററൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരു സമയം ഒറ്റ ടൈമിൽ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് വലിയ പ്രശ്നം വരണമെന്നില്ല. പക്ഷേ അത് പലപ്പോഴായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രിൻ്ററിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കുറയും. അതിൻ്റെ ഹെഡ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കുക. ഒറിജിനൽ ലിങ്കുകൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.